കേറ് മോളെ. കേടാ അങ്ങോട്ട് മാറിയിരി. അമ്മയും മക്കളൊക്കെ ഇവിടെ ഇറങ്ങിക്കോ. മോളെ പതുക്കെ ഇറങ്ങ. ഇവിടെ ചാടണ്ട, പതുക്കെ. ഇതാണ് വീടെന്ന് തോന്നുന്നു. മുതലാളി വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇതൊരു നല്ല പ്രദേശമാണെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ നല്ലത് ചീത്ത ഒന്നുമില്ല ലക്ഷ്മി. അധ്വാനിക്കാൻ മടിയില്ലാത്തവർക്ക് എല്ലാ നാടും നല്ലതാ. എവിടെങ്കിലും ഒന്ന് വേറൊറച്ച് കിട്ടിയാ മതിയായിരുന്നു. ഒത്തിരി പൂവുണ്ട്, പറിക്കട്ടെ? അയ്യോ വേണ്ട വേണ്ട, ഇവിടെ. ആരെയാ പൂ പറിക്കുന്നത്? അയ്യോ എന്താ മോളെ? ഒരു ചെറുക്കൻ നമ്മുടെ പൂ പറിച്ചു. ഞാനത് പറഞ്ഞപ്പോ എന്നെ ഒരു കല്ലെടുത്തെറിഞ്ഞിട്ട് ഓടി കളഞ്ഞു. ആഹാ, നീ വാ. ആരാ എന്റെ മോളെ കല്ലെടുത്തെറിഞ്ഞത്? അയ്യോ ആരാ? ദേ ആ ചെറുക്കനാ. എടാ നീ കല്ലെടുത്തെറിഞ്ഞോ? നിന്നെ കൂടി ഞാൻ തോട്ടിലോടാ കുരുത്തം കെട്ടവനെ. നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ടോ? നിന്റെ തൊടലെ തൊലി ഞാൻ ഇന്ന് എടുക്കുന്നുണ്ടോ? കുരുത്തം കെട്ടവനെ നിന്നെ ഞാൻ ഇങ്ങോട്ട് മാറിയില്ല. എന്താ മാധവ? ആ ചെറുക്കനൊരു കല്ലെടുത്ത് ഉഷമോടെ കാലിലെറിഞ്ഞു. അത്രേ ഉള്ളൂ. അതിന് മാധവൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഇവന്റെ ശല്യം കൊണ്ട് സഹിക്കാൻ വയ്യ മുതലാളി. చాలా വലിയ കുട്ടികളല്ലേ, പോരെങ്കിലും അല്പം കുസൃതി കൂടുതലാ അവന്. പോട്ടെ മോളെ, സാരമില്ല. ഭാഗീരഥി, ഞാനിന്നലെ ഫോണിൽ സംസാരിച്ചില്ലേ, അത് ഇവരുടെ കാര്യമായിരുന്നു. എന്നിട്ടെന്താ അകത്തേക്ക് വരാതിരുന്നത്? മുതലാളിയുടെ വന്നോട്ടെ എന്ന് കരുതി. നിങ്ങളുടെ എല്ലാ വിവരങ്ങളും ഞാൻ ഭാഗീരഥിയോട് സംസാരിച്ചിട്ടുണ്ട്. എന്റെ ഡ്രൈവറെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് അയാൾ കാണിച്ചു തരും. ലോറിയും അങ്ങോട്ട് തന്നെ കൊണ്ടുപോയിക്കോളൂ. അങ്ങനെയാട്ടെ. കണ്ടിട്ട് നല്ല കൂട്ടരാണെന്ന് തോന്നുന്നു. പക്ഷെ ചെറുക്കനെ സൂക്ഷിക്കണം, വിളഞ്ഞ വിത്ത. മുതലാളി പണ്ട് താമസിച്ചിരുന്ന വീടാ. 3 മുറിയ ഒരു അടുക്കളയുണ്ട്. ഇതാ താക്കോൽ. വളരെ ഉപകാരം. നല്ല വീട്. ദൈവം നമ്മളെ കൈവിടുകില്ല ലക്ഷ്മി. വാടാ മക്കളെ, സാധനങ്ങളൊക്കെ ഇറക്കാം. എന്റെ ലോറി ഞാൻ മാധവന് തരുന്നു. വെറുതെ അല്ല, വിലയ്ക്ക്. അയ്യോ മുതലാളി, പരിഭ്രമിക്കണ്ട. ആരെങ്കിലും കാണിച്ച് ആ ലോറിക്കൊരു വില നിശ്ചയിക്കുക. ആ തുക ജോലി ചെയ്ത് കൈ കിട്ടുന്നവർ തിരിച്ചടയ്ക്കുക. ഇതിനെങ്ങനെയാണ്? വേണ്ട വേണ്ട, നന്ദി ഒന്നും പറയണ്ട. ഞാൻ അവിടുന്ന് വിളിച്ചോണ്ട് വന്ന മാധവൻ ഇവിടെ ഒരു നല്ല നിലയിൽ കഴിയുന്ന എനിക്ക് കാണണം. അതാണ് എനിക്കിവിടെ ഏറ്റവും വലിയ പ്രതിഫലം. കാപ്പി. വീടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കുടിലിൽ കഴിഞ്ഞിരുന്നവരല്ലേ, ഇപ്പോഴവർ കൊട്ടാരത്തിലാണ്. കുട്ടികളുടെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? എവിടെയെങ്കിലും ചേർക്കണം. പള്ളിക്കൂടം ഇവിടെ അടുത്താണോ? ആ കാര്യത്തിലൊന്നും മാധവൻ വിഷമിക്കണ്ട. വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു തരും. മാധവന്റെ ആദ്യത്തെ ജോലി എന്റെ വക തന്നെ ആയിക്കോട്ടെ. പുതിയ പറമ്പിൽ മതിൽ കെട്ടാൻ കുറെ ഇഷ്ടിയ ഇന്ന് തന്നെ ഇറക്കാം.
വരണം വരണം. നമ്മൾ താമസിച്ചോ? അല്പം നേരത്തെ ആണെങ്കിലേ ഉള്ളൂ. അതെങ്ങനാ? ഉഷമോള് ഞങ്ങളെ ഉറക്കിട്ട് വേണ്ടേ? വെളുപ്പിനെ മുതലേ അവൾ ഒരുക്കം തുടങ്ങിയതാ. ആ പഴയ വീട് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് കരുതിയല്ലേ? വീട് മാത്രമല്ല, ആ ലോറിയും. ഞങ്ങളുടെ എല്ലാ ഐശ്വര്യങ്ങളും ആ ലോറിയിലാക്കി അങ്ങ് ഞങ്ങൾക്ക് തന്നു. പിന്നീടാണ് ഈ സ്ഥലമൊക്കെ വാങ്ങിയത്. ആ വീട് എന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ ബംഗ്ലാവ് കുട്ടികൾക്ക് വേണ്ടിയാ. ഈ ഐശ്വര്യത്തിനൊക്കെ കാരണം നിങ്ങളുടെ നല്ല മനസ്സാണ് മിസ്റ്റർ മേനോൻ. എന്നെ അങ്ങ് പഴയ പോലെ മാധവെന്ന് വിളിച്ചാ മതി. അത് ശരിയല്ല. അന്ന് നിങ്ങളൊരു സാധാരണ ഡ്രൈവറായിരുന്നു. ഇന്നിപ്പോ അതാണോ? അനേകം ലോറികളുടെയും ബസ്സുകളുടെയും വ്യവസായ സ്ഥാപനങ്ങളുടെയും ഉടമയാണ്. ഇതെല്ലാം സ്വന്തം പരിശ്രമം കൊണ്ടുണ്ടായതല്ലേ? അച്ഛാ, സമയമായി. അങ്ങയുടെ ഈ കൈകൊണ്ട് തന്നെ നിലവിളക്ക് കൊളുത്തണം. സന്തോഷം. ഐശ്വര്യത്തോട് തന്നെ ആയിക്കളയാം. ഉഷമോളെ, നിനക്കിത് എവിടെയെങ്കിലും താത്തു വെച്ചുകൂടെ? നിങ്ങൾ ആരെങ്കിലും എവിടെയൊന്ന് സഹായിക്കേ. ഇത് ആരുടെ കയ്യിലാ അമ്മയെ കൊടുക്കേണ്ടത്? മോക്ക് ഇഷ്ടമുള്ള ആളിന്റെ കൊടുത്തേക്ക്. എല്ലാരെയും ഇഷ്ടമാ അല്ലേ മോളെ? എല്ലാവർക്കും വേണ്ടി ഞാൻ വാങ്ങിച്ചോളാം. അത് ന്യായം. ഇതാ. ഒരു സ്പോർട്സ് താരത്തിന്റെ മുറി തന്നെ. ഗോപകുമാർ സാറിന്റെ ഫോട്ടോ ഒന്നും ഇല്ലേടി? എന്റെ മുറിയിൽ എന്തിനാ സാറിന്റെ ഫോട്ടോ? സാറല്ലേ നിന്റെ കോച്ച്. വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട്. അയ്യോ ഉഷേ, പയ്യെ പറയൂ. ആരെങ്കിലും കേട്ടാൽ കച്ചവടം തീരും. ഏയ്, ഞാനൊന്നും പറയുന്നില്ലേ. നിനക്ക് സ്പോർട്സിന് കിട്ടിയ സമ്മാനങ്ങളൊക്കെ ഉഷയ്ക്ക് കാണിച്ചു കൊടുത്തോ? അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ വേണ്ടതുപോലെ ചെയ്തോളാം. എന്നാലും അങ്ങനല്ലല്ലോ. ഉഷേ, ഈ വീടിന്റെ ടെറസിൽ കയറിയിട്ടുണ്ടോ? അതെങ്ങനെ? ഞാനിന്ന് ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്. അയ്യോ, ഭയങ്കര കാറ്റാ അവിടെ. ആ, പറന്നു പോകുന്ന കാറ്റ്. വേണമെങ്കിൽ ചെന്ന് അല്പം കാറ്റ് കൊണ്ടേച്ച് പോര്. ചെല്ല്. അല്ല, നീ വരുന്നില്ലേ? ഞാൻ വന്നാൽ കാറ്റ് പോവും. നിങ്ങൾ രണ്ടുപേരും പോയച്ചാ മതി. എന്നാ ശരി, വാ ഉഷേ, വാ.